നമുക്ക് ഇന്നൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 പാക്കറ്റ് സേമിയാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒരു നെയ്യാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കാതെ നമ്മൾ നോക്കണം. ഇപ്പോൾ ആ സേമിയത്തിൻ്റെ കളറ് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ കരിയാതെ നോക്കിയിട്ട് വേണം ഇളക്കിക്കൊണ്ടിരിക്കാൻ. സേമിയം നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇതാ ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് പാല് ചൂടാക്കാൻ പോണത്. ഇവിടെ എടുത്തിട്ടുള്ളത് 2 പാക്കറ്റ് പാലാണ്. അപ്പോൾ നമ്മളിത് നേരെ ഈ പാനിലോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ തിളച്ച് വന്ന പാലിലോട്ടാണ് ഇപ്പോൾ നമ്മൾ ആ സേമിയ ഇടുന്നത്. സേമിയ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഈ പാല് കടന്നിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് വറ്റണം. ഇപ്പോൾ ഇവിടെ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു ബൗളിൽ ഇപ്പോൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ തന്നെ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 4 വലിയ ഏലക്കായും കൂടി ഇപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിനോടൊപ്പം തന്നെ കശുവണ്ടിയും മുന്തിരിയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.